അങ്ങനെ വിക്രം വെള്ളം കോരിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ശ്രീജയും വേദയും കൂടി പാത്രങ്ങളെല്ലാം എടുത്തു കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അടുക്കളയിലെ ആവശ്യത്തിനൊക്കെ ഒരുപാട് വെള്ളം വേണമല്ലോ. ഈ പാത്രങ്ങളെല്ലാം കണ്ടിട്ട് വിക്രം ഞെട്ടുന്നുണ്ട് കേട്ടോ. ശ്രീജയും വേദയും കൂടി ചിരിച്ചുകൊണ്ട് വിക്രത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ വേദയെ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങളെന്തിനാ ഇങ്ങനെ എന്നെ നോക്കുന്നത്? ഞാനാണോ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലേ ഒത്തിരി വെള്ളം കോരേണ്ടി വരുമെന്ന്. വലിയ ആളായിക്കൊണ്ട് കോരിയതല്ലേ, ഫുള്ളും നിറച്ചു വെക്ക്. ഇനിയുണ്ട് പാത്രങ്ങൾ, ആദ്യം ഇതിൽ നിറയ്ക്ക്. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ കിളി പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പതിയെ പറയുന്നുണ്ട്, വേണ്ടായിരുന്നു, അവൾ തന്നെ കോരിയേനെ എന്നിങ്ങനെ പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ വീണ്ടും വേദയെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് ഞാൻ കോരാൻ പോയപ്പോൾ നിങ്ങൾ തന്നെയല്ലേ തട്ടിപ്പറിച്ച് കോരിയെന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, എനിക്കറിയാം, എനിക്ക് ഇതേ വരികയുള്ളെന്ന്. കാരണം ഞാൻ നിന്നെയല്ലേ രാവിലെ കണി കണ്ടത്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ. എന്തിനാടി എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു? ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്തു? നിങ്ങളല്ലേ ഇപ്പോൾ ഞാൻ കോരിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞേ ഞാൻ കോരിക്കോളാം എന്ന്. എന്നിട്ട് എന്നോട് മാറി നിൽക്കെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ കോരിക്കോളാം. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അത് വേണ്ട, ഞാൻ തന്നെ കോരിക്കോളാം. വിക്രം ഇങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം നോക്കിയിട്ട് വേദയും ശ്രീജയും ഇങ്ങനെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും പാത്രങ്ങൾ കൊണ്ടുവെക്കുന്നുണ്ട്. വിക്രം വെള്ളം കോരി ആകെ അവശനായിട്ടുണ്ട്. വേദ ചോദിക്കുന്നുണ്ട്, എന്താ വെള്ളം കോരാൻ വയ്യേ? എന്തായാലും ഇത്രയും മതി. ഇനി നിങ്ങൾ വെള്ളം കോരിയാലേ ചിലപ്പോൾ ബോധം കെട്ട് വീഴും. ഇനി നിങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോകാനൊന്നും വയ്യ. ആ വെള്ളം കോരുമ്പോഴുള്ള ഊർജ്ജമൊന്നും ഇപ്പോൾ കണ്ടില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് വേദ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം ഇങ്ങനെ ദേഷ്യത്തിൽ വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയോടായിട്ട് പറയുന്നുണ്ട്, എന്തിനാടി നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? നീ അനുഭവിക്കടി, നീ നോക്കിക്കോ, ഈ വിക്രമ പറയുന്നത്. ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ അകത്ത് റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ പറയുന്നുണ്ട്, മോനെ ചായ എടുക്കട്ടെ? വേണ്ടമ്മേ, എനിക്കിപ്പോൾ വേണ്ട, ദേഹമെല്ലാം ആകെ വേദനയാണ്, ഞാൻ ഇത്തിരി നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോഴേക്ക് വിക്രമിനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കമലാമ്മ അകത്തേക്ക് പോകുന്നുണ്ട്. വിക്രമിൻ്റെ അവസ്ഥ കണ്ടിട്ട് വേദ ഇങ്ങനെ ശ്രീജയോട് പറയുന്നുണ്ട്, എന്തായാലും വിക്രമിന് ഇന്ന് 8ന്റെ പണിയാണ് കിട്ടിയത്. കറണ്ട് പോയതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി, അതുകൊണ്ടല്ലേ നമുക്കിത് കാണാൻ പറ്റിയത്. എന്നിട്ട് വേദ അടുക്കളയിൽ പോയ ശേഷം അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, വിക്രമിന് ചായതാ ഞാൻ കൊണ്ടു കൊടുക്കാം. വെള്ളം കോരി നന്നായിട്ട് തളർന്നിട്ടുണ്ട്, അതിൻ്റെ ദേഷ്യം ഇപ്പോൾ പോകുമ്പോൾ കാണാം. ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട്, മോളൊന്നും പറയാൻ പോകണ്ട, അവൻ നല്ല ദേഷ്യത്തിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, അതുകൊണ്ടാ ദേഹമൊക്കെ നല്ല വേദന കാണും. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി വിക്രമിൻ്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. വേദയെ കണ്ടതും വിക്രം നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ കഴുത്തും ദേഹമൊക്കെ വേദനിച്ചിട്ട് വയ്യ, കൈ നേരെയൊന്ന് പൊക്കാൻ കൂടി വയ്യ. അത്രമാത്രം വെള്ളമാ നീ കിണറ്റിൽ നിന്ന് എന്നെ കൊണ്ട് കോരിച്ചത്. ഇനി നീയെങ്ങാണം ആ ഫ്യൂസ് ഊരി വെച്ചോന്ന് തന്നെ എനിക്ക് സംശയമുണ്ടെന്നിങ്ങനെ. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ വിക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ടൊന്നും പറയാതെ നിൽക്കുക കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഇങ്ങനെ നോക്കുന്നത്? വേദ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം മറന്നുപോയി. എന്താ ഹാപ്പിയായോ? ഇങ്ങനെ പറഞ്ഞിട്ട് വിക്രമിനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. വിക്രം ഒന്നും പറയാണ്ട് ഇങ്ങനെ വേദയെ നോക്കി, മുഖമെല്ലാം നന്നായി ചുവന്നിരിക്കുന്നുണ്ട്. വേദ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കിണറ്റിൽ നിന്ന് ഇത്തിരി വെള്ളം കോരിയെന്ന് പറഞ്ഞ് ഇത്രയും വലിയ ഷോ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നോടെ ചാടിക്കടിക്കാൻ വരേണ്ട കാര്യമില്ല. അച്ഛൻ രാവിലെ പറമ്പിൽ പോയിട്ടേ ഇതിൻ്റെ ഇരട്ടി ജോലിയാ, നിങ്ങളെക്കാളും ഇരട്ടി വയസ്സുമുണ്ട് അച്ഛന്. എന്നിട്ട് ഈ ക്ഷീണമൊന്നും അച്ഛന് കാണുന്നില്ലല്ലോ. ഇത്തിരി വെള്ളം കിണറ്റിൽ നിന്ന് കോരിയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. തടിയൊക്കെ ഒന്ന് കുറയണമെങ്കിൽ വല്ല മേലിറങ്ങി ജോലിയും ചെയ്യണം. ഇത് കേട്ടിട്ട് വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയുന്നുണ്ട്, എനിക്കറിയാടി, നീ എൻ്റെ നാശം കണ്ടിട്ടേ ഇവിടുന്ന് പോവുകയുള്ളെന്ന് എനിക്കറിയാം. ഇത് കേട്ടിട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക്? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എന്തായാലും എനിക്ക് സന്തോഷം. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ.
എന്തായാലും മോൻ ഒരുപാട് ക്ഷീണിച്ചതല്ലേ, കുടിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? ചായയിൽ ബൂസ്റ്റ് ഇട്ട് തരട്ടെ, അല്ലെങ്കിൽ 2 മുട്ട പുഴുങ്ങി തരട്ടെ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെ കളിയാക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അതെ അത് നിന്റെ അച്ഛന് കൊണ്ട് കൊടുക്കുക. നീ കൊണ്ടുതരുന്ന ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല. ഈ ചായ ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് പോകണം, എനിക്ക് വേണ്ട. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇവിടെ വേറെ ചായയൊന്നുമില്ല, പാലൊക്കെ തീർന്നു, വേണമെങ്കിൽ എടുത്ത് കുടിക്കേ, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കുടിച്ചോളാം. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അങ്ങനെ നീ കുടിക്കണ്ട, ഞാൻ ഇത് കുടിച്ചോളാം, ഇവിടെ നിറഞ്ഞു ഒന്ന് പോയാൽ മതി. ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, അല്ല ചായ നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? അല്ല ഞാൻ കുടിച്ചോളാം, അങ്ങനെയല്ലല്ലോ പറഞ്ഞതെന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രമിന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോ വേദാളം. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. വേദ രാവിലെ തന്നെ ഇങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. വർഷയുടെ ഈ വയറുകാണൽ ചടങ്ങൊക്കെ നടക്കുകയാണല്ലോ. അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ട് വേദയും കൂടി അങ്ങോട്ടേക്ക് പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അങ്ങനെ വേദയാണെങ്കിൽ നല്ല സാരിയൊക്കെ ഉടുത്ത് പോകാനായിട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് കേട്ടോ. ഒരു നടിയുടെ മുന്നിൽ നിന്നും ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നും വേദ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ടോ? ഒരു നിമിഷം വിക്രം എല്ലാം മറന്ന് വേദയുടെ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ണാടിയിലൂടെ വേദയുടെ മുഖം കണ്ട വിക്രം ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുക. അപ്പോഴേക്കും നന്ദിനി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ഇത് കണ്ടിട്ട് യാദൃശ്ചികമായിട്ട് ഇത് കാണുന്നുണ്ടല്ലോ. നന്ദിനി വരുന്ന കാണുമ്പോഴേക്കും വിക്രം പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോകുന്നുണ്ട് കേട്ടോ. നന്ദിനിയാണെങ്കിൽ വേദ ഇങ്ങനെ പുച്ഛത്തോടു കൂടി നോക്കിയിട്ട് പോകുന്നുണ്ട്. ആഹാ കൊള്ളാലോ, ഇതാ എവിടേക്ക് പോകാനാണ് രാവിലെ ഈ ഒരുങ്ങിക്കെട്ടി ഉടുത്തൊരുങ്ങുന്നത്? ആരുടെയെങ്കിലും കല്യാണത്തിന് പോവുകയാണോ എന്നിങ്ങനെ വേദയെ നോക്കിയിട്ട് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. അതെ, ഇന്ന് വർഷേച്ചിയുടെ 7ാം മാസ ചടങ്ങാ. വീട്ടിൽ നിന്ന് എല്ലാവരും വർഷേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. മുത്തശ്ശി വിളിച്ച് പറഞ്ഞിരുന്നു ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, ഓടി ചെന്നാൽ മതി, നിന്നെ അവർ ഇങ്ങനെ സ്വീകരിക്കാനിരിക്കുക. നിന്നെ എല്ലാവരും ഉപേക്ഷിച്ചിട്ടല്ലേടി ഇങ്ങോട്ടേക്ക് വിട്ടത്? എത്ര പ്രാവശ്യം നിന്റെ വീട്ടിലുള്ളവർ ഇവിടെ വന്നു നിന്നെ വിളിക്കാനായിട്ട്, എന്നിട്ട് നീ അവരുടെ കൂടെ പോയോ? അവരെ നാണം കെടുത്തിയല്ലേ വിട്ടത്? അങ്ങനെയുള്ള നിന്നെ നീ അങ്ങോട്ട് പോകുമ്പോൾ നിന്നെ സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമെന്നാണോ നീ വിചാരിക്കുന്നത്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ വീട്ടുകാരെയൊക്കെ ഉപേക്ഷിച്ചിട്ടേ നീ ഇങ്ങോട്ട് വന്നതല്ലേ, എന്നിട്ട് നിനക്ക് നാണമില്ലേ വീണ്ടും അങ്ങോട്ട് തന്നെ കയറിപ്പോകാനെന്നിങ്ങനെ നന്ദിനി പറയുന്ന കേട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ബന്ധങ്ങളൊന്നും അറച്ചു മുറിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. എന്നെ താലി കെട്ടിയ ആളുടെ വീട്ടിലേക്കാ, ഇവിടെയാ ഞാൻ താമസിക്കുന്നത്. എൻ്റെ വീട് ഉപേക്ഷിച്ചോ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടോ അല്ല. അവരെന്നും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാ, അവരൊക്കെ എൻ്റെ ജീവനാ, അവരൊക്കെ എന്നും എൻ്റെ കൂടെ വേണം. ഇത് എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ട്, നിനക്ക് നാണോ ഇല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി? നിന്റെ വീട്ടുകാർ വരുമ്പോൾ നീ ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറ്. ഈ വീട്ടുകാരുടെ ഒപ്പം നിന്ന് അവരെ കുറ്റപ്പെടുത്തുകയല്ലേ നീ ചെയ്യാറ്? ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. നന്ദിനി ഉടനെ തന്നെ വർഷയെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, വേദ അങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരുങ്ങുക വർഷയുടെ 7ാം മാസ ചടങ്ങിന്. പിന്നെ നിങ്ങൾക്ക് സമ്മതമാണോ വേദ വരുന്നതിൽ? നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ? ഇത് കേട്ടിട്ട് വർഷ പറയുന്നുണ്ട്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞാൻ ശ്രീയേട്ടനെ ഒന്ന് വിളിക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് നന്ദിനി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നടക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് വീടിന് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീകാന്ത് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, ശങ്കരനാരായണൻ്റെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ വേദ വരുന്നുണ്ടോ വർഷയുടെ വീട്ടിലേക്ക്? അതൊരിക്കലും നടക്കാൻ പറ്റില്ല. കാരണം നമ്മളെ എല്ലാം നാണം കെടുത്തി നമ്മളെ ആരുടെയും വില പോലും കൽപ്പിക്കാതെ അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ. എന്നിട്ടും അവൾ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം നമ്മൾ കൂട്ടു നിൽക്കണമെന്നാണോ? എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ, ഇതിനെല്ലാം മുത്തശ്ശിയായിരിക്കും കാരണം. ഒരിക്കലും അവളെ വർഷയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. തന്നെയല്ല വർഷയുടെ വീട്ടുകാർക്ക് അത് ഇഷ്ടപ്പെടുകയില്ലെന്നിങ്ങനെ ശ്രീകാന്ത് ശങ്കരനാരായണനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശങ്കരനാരായണൻ വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയാണോ എന്തായാലും വർഷയുടെ വീട്ടിലേക്ക് വേദയെ കൊണ്ടുപോകണ്ട, ഇങ്ങോട്ട് വരണ്ട എന്ന് വിളിച്ചു പറയണമെന്നിങ്ങനെ. അപ്പോൾ അവൾ മനസ്സിലാക്കട്ടെ കുടുംബത്തിൻ്റെ വില എന്നിങ്ങനെ ശങ്കരനാരായണൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അവളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരട്ടെ, സ്നേഹത്തോളം അവിടെ സ്വീകരിക്കും. പക്ഷേ അവളെ ഈ ചടങ്ങിന് പങ്കെടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മേ. ഇത്രയും കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ഇത്രയും വാശി വേണോ മോനെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ എങ്ങനെയാ അവളോട് വിളിച്ചു പറയുന്നത്? ഇത് കേട്ടിട്ട് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മടിയാണെങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, ഞാൻ പറഞ്ഞോളാം. അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ വേദയെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ട് പറയുന്നുണ്ട്, വർഷയുടെ വീട്ടിലേക്ക് മോള് വരണ്ട. ഇത് കേട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ വരണ്ടേ? ഇതെല്ലാം കേട്ടുകൊണ്ട് നന്ദിനി പുറകെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട മോളെ, മോള് വരുന്നതിൽ ഇവിടെ അച്ഛനും ചേട്ടനും ആർക്കും ഇഷ്ടമില്ല. ഇതിൻ്റെ പേരിൽ ഇനിയൊരു പ്രശ്നം വർഷയുടെ വീട്ടിൽ ഉണ്ടാവുമെന്നാ അവരെല്ലാം പറയുന്നത്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഇത് വെറും ഒരു ചടങ്ങല്ലേ. മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം മോളെ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വേദയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. വേദ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഇത് കണ്ടിട്ട് നന്ദിനി ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം നന്ദിനിയാണെങ്കിൽ വന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദയെ വീണ്ടും വീണ്ടും കരയിപ്പിക്കുകയാണ് കേട്ടോ. എടി, നിന്റെ വീട്ടുകാർ എപ്പോഴേ ഉപേക്ഷിച്ചതാ. നിന്നെ ഇനി അവർക്ക് വേണ്ട, അല്ലെങ്കിൽ നിന്നെ എപ്പോഴേ അവർ കൊണ്ടുപോയനെ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് വരുന്ന വിക്രമിന് ആകെ വിഷമം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദിനി പറയുന്നുണ്ട് വിക്രമിനെ കാണുന്നത്, ഇത് കണ്ടില്ലേടാ, ഇവളെ വീട്ടിലേക്ക് പോകാനായിട്ട് നേരം വെളുത്തെ ഒരുങ്ങിക്കെട്ടി ഇരിക്കുക. എന്നാൽ വർഷയുടെ 7ാം മാസ ചടങ്ങിന് ഇവളെ മുത്തശ്ശി വിളിച്ചു പറഞ്ഞു ഇവളോട് അങ്ങോട്ട് പോകണ്ടെന്ന്. ഇവളെ ഇവിടെ ആർക്കും വേണ്ടടാ, ഈ വീട്ടിലും ആർക്കും വേണ്ട, നിനക്ക് പോലും ഇവളെ ഇഷ്ടമല്ല. ഇത് കേട്ടിട്ട് വിക്രം വേദ ഇങ്ങനെ നോക്കുന്നുണ്ട്. വേദ കരഞ്ഞുകൊണ്ട് കണ്ണീര് തുടക്കുക കേട്ടോ. ഇത് കണ്ട് വിക്രം വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വേദ വിക്രമിനെ നോക്കിയ ശേഷം വിക്രമിൻ്റെ റൂമിലേക്ക് ഓടിപ്പോവുകയാണ്. വിക്രമിൻ്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണോ? ഈ വീട് ഉപേക്ഷിച്ചിട്ട് നീ പോയാൽ അവർ നിന്നെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും, എല്ലാം മറന്ന് നിന്നെ സ്നേഹിക്കും. നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ ഇങ്ങനെ വിക്രം ഇങ്ങനെ സങ്കടത്തോടു കൂടി വേദയോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുക. എന്നിട്ട് വിക്രമിനെ തൊഴുതുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുമോ? എന്നോട് ഒന്നും പറയില്ല. എൻ്റെ മനസ്സും ശരീരവും തളർന്നിരിക്കുക. ഞാൻ അവരുടെ ആരും ഒന്നും അല്ലാതായി. എനിക്കിപ്പോൾ ആരുമില്ല, നിന്നെ സ്നേഹിക്കാനോ എന്നെ മനസ്സിലാക്കാനോ ആരുമില്ല. ഇത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ വേദ പൊട്ടി കരയുക കേട്ടോ. വേദയുടെ അരികിൽ പോയിട്ട് വിക്രം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ പിടിക്കും. നീ വിഷമിക്കാതെ, എന്തു പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരാപത്തിലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല, എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്നിങ്ങനെ പറഞ്ഞ് വിക്രം ഇങ്ങനെ വേദയെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ.